വെൽക്കം സ്റ്റുഡൻസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ചൈനീസ് റെവല്യൂഷൻ ആണ്. നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണത്, ലാസ്റ്റ് റെവല്യൂഷൻ. അതിൽ ഇൻ ദ 20th century ചൈന വിറ്റ്നസ്ഡ് റെവല്യൂഷൻസ് എഗെയിൻസ്റ്റ് ദി ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ 20ാം നൂറ്റാണ്ടിൽ ചൈനയ്ക്ക് വിവിധ വിപ്ലവങ്ങളിൽ സാക്ഷിയാകേണ്ടി വന്നു. The colonial powers of the Europe and America adopted policies in China different from the ones they had implemented in the colonies of the other parts of the world. അപ്പോൾ ഇതിൽ പറയുന്നത് വിദേശ ശക്തികൾ, കൊളോണിയൽ പവേഴ്സ് എന്ന് പറയുന്ന യൂറോപ്പും അമേരിക്കയും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ സ്വീകരിച്ചതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് നമ്മളുടെ ചൈനയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത്. അതിൽ പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ് പറയുന്നത് ഒപ്പിയം വാർ എന്ന് വെച്ചാൽ കറുപ്പ് യുദ്ധം, രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓപ്പൺ ഡോർ പോളിസി. അപ്പോൾ വാട്ട് ഈസ് ഒപ്പിയം വാർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒപ്പിയം വാർ എന്ന് പറയുകയാണെങ്കിൽ അത് കറുപ്പ് യുദ്ധമാണ്. അതായത് ചൈനക്കാർ സിൽക്ക് ടീ, എർത്തൻവെയർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മൺപാത്രങ്ങളൊക്കെ, അതൊക്കെ അവർ യൂറോപ്പിലേക്ക് ധാരാളം കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ യൂറോപ്പിൽ നിന്നും അവർ ചൈന തിരിച്ചൊന്നും ഇറക്കുമതി ചെയ്തിരുന്നില്ല. ഇത് യൂറോപ്യൻസിന് വളരെയധികം നഷ്ടമുണ്ടാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു, ചൈനക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിയം എന്ന് വെച്ചാൽ കറുപ്പ് എന്ന് പറഞ്ഞ ലഹരി പദാർത്ഥം സപ്ലൈ ചെയ്തു, ട്രേഡ് ചെയ്തു. ഈ ലഹരി പദാർത്ഥം കഴിച്ചതോടുകൂടി ദിസ് അഫക്റ്റഡ് ദ ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസംഷൻ മെയ്ഡ് ദ ചൈനീസ് പീപ്പിൾ മെൻ്റലി ഇംബാലൻസ്ഡ്. ഈ വ്യാപാരത്തിൽ ഏർപ്പെട്ടതോടുകൂടി ചൈനയിലെ ജനങ്ങൾ മെൻ്റലി ഇംബാലൻസായി, മാനസികമായിട്ട് ഇംബാലൻസായി, അവർ പിന്നെ ബോഡി ഹെൽത്ത് വീക്കായി. അങ്ങനെ അത് അവർക്ക് ഇത് റിസൾട്ടഡ് ഇൻ ദി ഇക്കണോമിക് ആൻഡ് മെൻ്റൽ സബ്ജുഗേഷൻ ഓഫ് ദി ചൈനീസ്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അത് ചൈനയെ വല്ലാതെ തളർത്തി. ഒപ്പിയം എന്ന് പറഞ്ഞ വ്യാപാരത്തിലൂടെ എങ്ങനെയാണ് യൂറോപ്യന്മാർ ചൈനയെ കീഴ്പ്പെടുത്തിയത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഓപ്പൺ ഡോർ പോളിസിയാണ്. ഇത് പ്രകാരം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയിൽ വ്യാപാരം ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചു. പക്ഷെ അമേരിക്കയ്ക്ക് മാത്രം ലഭിച്ചില്ല. അപ്പോൾ അമേരിക്ക എന്ത് പറഞ്ഞു, അവരുടെ ടു അക്വയർ ദി പ്രിവിലേജ് ജോൺ ഹേ ദി ദെൻ സെക്രട്ടറി ഓഫ് ദി USA. അപ്പോൾ അമേരിക്കയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ഒരു ഓപ്പൺ ഡോർ പോളിസി, ഒരു തുറന്ന വാതിൽ നയം സ്വീകരിച്ചു. ആ പോളിസി പ്രകാരം അമേരിക്കയ്ക്കും ചൈനയിൽ വ്യാപാരം ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ചൈനയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കീഴ്പ്പെടുത്തലാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈനയിൽ ഉണ്ടായത്. ആ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അമേരിക്ക അഡോപ്റ്റഡ് പോളിസീസ് ഇൻ ചൈന ഡിഫറെൻറ്റ് ഫ്രം ദി വൺസ് ദേ ഹാഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി കോളനീസ് ഓഫ് അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. ദേ വർ ഒപ്പിയം ട്രേഡ് ആൻഡ് ഓപ്പൺ ഡോർ പോളിസി. അതാണ് അവിടെ പറയുന്ന ആൻസർ. നോക്കുക താഴെ. കമ്പയർ ദി സ്ട്രാറ്റജീസ് ഓഫ് ദി കൊളോണിയൽ പവേഴ്സ് ഇൻ ചൈന വിത്ത് ദി സ്ട്രാറ്റജീസ് ദാറ്റ് ദി അഡോപ്റ്റഡ് ഇൻ അതർ കോളനീസ്. മറ്റ് കോളനികളെ അപേക്ഷിച്ച് ചൈനയിൽ ഏത് തരം തന്ത്രങ്ങളാണ് കൊളോണിയൽ ശക്തികൾ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഈ 2 കാര്യങ്ങളാണ്, ഓപ്പൺ ഡോർ പോളിസിയും പിന്നെ നമ്മൾ കണ്ടത് ഒപ്പിയം ട്രേഡും. ഇനി നമ്മുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇൻ്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. അപ്പോൾ മഞ്ചു രാജവംശമായിരുന്നു ചൈനയെ ഭരിച്ചിരുന്നത്. അവർ ഫേവറബിൾ ആയിരുന്നത് ഫോറിൻ ഇൻ്റർഫിയറൻസിനും ഡോമിനേഷനും വളരെയധികം സഹകരണവും കൊടുത്തിരുന്ന രാജവംശമായിരുന്നു മഞ്ചു dynasty. Some secret organizations in China revolted against it in 19,000. അപ്പോൾ ചൈനയിലെ ചില രഹസ്യ ഓർഗനൈസേഷൻസിനൊക്കെ ഈ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ പോരാടാനായിട്ട് തീരുമാനിച്ചിരുന്നു 1900. The emblem of these organization was the boxes. ഹിസ്റ്ററി ഓർഗനൈസേഷൻ്റെ എംബ്ലം എന്ന് പറയുന്നത്, മുദ്ര എന്ന് പറയുന്നത്
മുഷ്ടിയായിരുന്നു. ഈ ബോക്സർമാരിങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കൂലേ, ആ മുഷ്ടി, അതായിരുന്നു അവരുടെ എംബ്ലം. ദിസ് ഈസ് നോൺ ആസ് ദി ബോക്സർ റിബല്യൻ. ഇതിനെയാണ് നമ്മൾ ബോക്സർ റിബല്യൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് നോൺ ആസ് ബോക്സർ റിബല്യൻ എന്ന് ചോദിച്ചാൽ ദ മഞ്ചു ഡൈനാസ്റ്റി മുതൽ ബോക്സർ റിബല്യൻ വരെ. Though this rebellion was failure, it stimulated the revolutions that came up later. ഈ റിബല്യൻ ഒരു പരാജയമായിരുന്നെങ്കിൽ കൂടി പിന്നീട് വന്ന വിപ്ലവത്തിനൊക്കെ ഇത് വളരെയധികം ഒരു പ്രചോദനം ആയിട്ടുണ്ട്. In 1911, another revolution took place under the leadership of Sun Yat-sen against the Manchu dynasty. 1911 മറ്റൊരു വിപ്ലവം നടന്നു. took place under the leadership of the Dr. Sun Yat-sen. സൺ യാത്സൻ്റെ നേതൃത്വത്തിൽ മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ. ദിസ് എൻഡഡ് മൊണാർക്കി ഇൻ ചൈന. ഇത് ചൈനയിലെ ഏകാധിപത്യ ഭരണത്തിന് അറുതി വരുത്തി, രാജഭരണത്തിന് അറുതി വരുത്തി. ആഫ്റ്റർ ദി റെവല്യൂഷൻ കൊമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഇൻ സദേൺ ചൈന അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സൺ യാത്സൻ. ആ വിപ്ലവത്തിന് ശേഷം ചൈനയിലെ കൊമിന്താങ് എന്ന് പറഞ്ഞ പാർട്ടി, 2 പാർട്ടി ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ഒരു പാർട്ടി ഇപ്പോൾ പറയുന്ന കൊമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് സ്വീകരിച്ചത് സദേൺ ചൈനയുടെ ഭാഗത്ത്. അതിൻ്റെ നേതാവെന്ന് പറയുന്നത് സൺ യാത്സൻ ആയിരുന്നു. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. അപ്പോൾ സോഷ്യലിസം, ഡെമോക്രസി, നാഷണലിസം എന്നീ 3 കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത്. ആര്? ഡോക്ടർ സൺ യാത്സൻ. He decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with the western countries. അദ്ദേഹത്തിന് ഫോറിൻ രാജ്യങ്ങളുമായിട്ട് ചൈന ഒപ്പിട്ടിരുന്ന അൺജസ്റ്റ് ട്രീറ്റീസ്, അന്യായമായിട്ടുള്ള കരാറുകളൊക്കെ റദ്ദാക്കുവാനും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം ചൈനയ്ക്ക് ഒരു സമത്വം കൊണ്ടുവരാനും അദ്ദേഹം തീരുമാനിച്ചു. The Kuomintang Republic adopted measures for the progress of agriculture and industry. അപ്പോൾ കൊമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊമിന്താങ് റിപ്പബ്ലിക്ക് കൃഷിക്കും വ്യവസായത്തിനും പുരോഗമനം ഉണ്ടാകാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ദി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ ചൈനയ്ക്ക് റഷ്യ എല്ലാ സഹായവും നേടിക്കൊടുത്തു. നമ്മൾ റഷ്യൻ റവല്യൂഷൻ കണ്ടല്ലോ, റഷ്യയുടെ സ്വാതന്ത്ര്യം പ്രാപിച്ചൊക്കെ കണ്ടതാണ്. അപ്പോൾ റഷ്യ ചൈനയെ എല്ലാ രീതിയിലും സഹായിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ഇൻ ബിഗിനിങ് ദ കൊമിന്താങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കൊമിന്താങ് എന്ന് പറഞ്ഞ പാർട്ടിയും ഈ കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ് വെൻ ചിയാങ് കൈഷക് ബിക്കം ദി ഹെഡ് ഓഫ് ദി റിപ്പബ്ലിക് ഫോളോയിങ് ദി ഡെത്ത് ഓഫ് ദി സൺ യാത്സൻ. ഈ കൊമിന്താങ് കമ്മ്യൂണിസ്റ്റുമൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന അവസരം അത് ഇല്ലാതെയായി. എപ്പോഴാണ് അത് അങ്ങനെ നഷ്ടപ്പെട്ടത് കോപ്പറേഷൻ? ചിയാങ് കൈഷക് അധികാരത്തിൽ വന്നു. സൺ യാത്സൻ മരണത്തോടുകൂടി ചിയാങ് കൈഷക് അധികാരത്തിൽ വന്നപ്പോഴത്തേക്കിനും കൊമിന്താങ്ങും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സൗഹൃദം, സഹകരണവും ഇല്ലാതെയായി. റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. അതാണ് നെക്സ്റ്റ് ഹെഡിങ്. ചിയാങ് കൈഷക് അസോർട്ടൈൻ മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. അപ്പം നമ്മൾ പറഞ്ഞു സൺ യാത്സൻ മരിച്ചു, പിന്നീട് ചിയാങ് കൈഷക്കാണ് അധികാരത്തിൽ വന്നത്. അദ്ദേഹം ഒരു സൈനിക ഏകാധിപത്യമാണ് സ്വീകരിച്ചത് ചൈനയിൽ. He gave opportunity for foreign powers including America to freely interfere in China and did not cooperate with the communists. ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ചിട്ട് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ വ്യാപാരം ചെയ്യാനായിട്ടൊക്കെയുള്ള അവസരം അദ്ദേഹം ഒരുക്കി. എല്ലാം ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് ഇടപെടാനായിട്ടുള്ള അവസരം ഒരുക്കി. He gave opportunity to foreign powers including America to freely interfere in China and did not cooperate with the communists. Coal and iron industries, banking and foreign trade were all controlled by foreign countries. അപ്പം ചൈനയിലെ ഇതുപോലെ കൽക്കരി ഖനിയും അയൺ ഇൻഡസ്ട്രി, പിന്നെ ബാങ്കിങ് സമ്പ്രദായങ്ങൾ,
വിദേശ വ്യാപാരം, ഇവയെല്ലാം വിദേശ ശക്തികൾക്ക് ഇടപെടാനായിട്ടുള്ള അവസരം കൊടുത്തു. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. ഇപ്പോൾ ചിയാങ് കൈഷക്കിൻ്റെ ഈ പോളിസിക്കെതിരെ കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാട് പ്രതിഷേധം അവർ ചെയ്തു. ദേ വേർ ബ്രൂട്ടലി സപ്രസ്ഡ്. പക്ഷെ അവരെയൊക്കെ വളരെ മൃഗീയമായിട്ട് അടിച്ചമർത്തി. അറ്റ് ദാറ്റ് ടൈം മാവോ സേതോങ് റോസ് ടു ദ ലീഡർഷിപ്പ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സമയത്താണ് മാവോ സേതോങ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് അധികാരത്തിൽ വന്നത്. അങ്ങനെ 1934 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇൻ ഹിസ് ലീഡർഷിപ്പ് ഓഫ് മാവോ സേതോങ് എ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം കിയാങ്സി ഇൻ സൗത്ത് ചൈന. സൗത്ത് ചൈനയിലെ കിയാങ്സി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു മാർച്ച് നടത്തി, ഒരു ജാഥ പോലെ. ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് ഇൻ യാനൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ ചൈനയുടെ യാനൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ട്രിപ്പ് അവസാനിച്ചത്. വളരെ സാഹസികപരമായിട്ടൊരു ട്രിപ്പായിരുന്നു. അദ്ദേഹം ത്രൂ ഔട്ട് ദ ജേർണി ദേ സീസ്ഡ് ഔട്ട് ദ അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലാൻഡ് ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഫാമേഴ്സ്. ആ പോകുന്ന വഴിക്ക് അവർ കണ്ട കൃഷിഭൂമിയും ഗ്രാമങ്ങളുമൊക്കെ പിടിച്ചെടുത്തിട്ട് അത് കർഷകർക്ക് വിതരണം ചെയ്തു, തിരിച്ച് കൊടുത്തു. ദേ ജേർണി കവേർഡ് അറൗണ്ട് 12,000 കിലോമീറ്റേഴ്സ്. അപ്പം ഈ ജേർണി കിയാങ്സിയിൽ നിന്നും യാനൻ വരെയുള്ള ഈ ജേർണി 12,000 കിലോമീറ്ററാണ് അവർ കവർ ചെയ്തത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. വാട്ട് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്? ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് പോളിസി ഓഫ് ചിയാങ് കൈഷക് മുതൽ എഴുതുക, ലോങ് മാർച്ച് വരെ എഴുതാം. Hence, Mao Zedong and the Communist Party become the symbol of the struggle of Chinese against foreign power. അങ്ങനെ മാവോ സേതോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനയിലെ ഫോറിൻ പവറിന് എതിരെയുള്ള ഒരു സിമ്പിളായിട്ട് മാറി. ചിയാങ് കൈഷക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തൈവാൻ. അപ്പോൾ ചിയാങ് കൈഷക്കിന് രക്ഷയില്ലാതായി. തൈവാനിലേക്ക് അദ്ദേഹം രാഷ്ട്രീയ അഭയം പ്രാപിച്ചു പോയി. When the Red Army of Mao Zedong captured the center of Kuomintang rule. കുമിന്താങ് റൂളിൻ്റെ ഭരണം നമ്മുടെ മാവോ സേതോങ് ക്യാപ്ചർ ചെയ്തപ്പോഴത്തേക്കിനും ചിയാങ് കൈഷക്ക് അവിടെ നിന്ന് പൊളിറ്റിക്കൽ അസൈലം അഭ്യർത്ഥിച്ച് അദ്ദേഹം പോയി. ചൈന ബിക്കം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1 ഒക്ടോബർ 1949. അങ്ങനെ 1 ഒക്ടോബർ 1949 ചൈന ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാവോ സേതോങ്ങിൻ്റെ നേതൃത്വത്തിൽ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി റോൾ പ്ലേഡ് ബൈ മാവോ സേതോങ് ടു മേക്ക് ചൈന എ പീപ്പിൾസ് റിപ്പബ്ലിക്. പീപ്പിൾസ് റിപ്പബ്ലിക് ആകാൻ വേണ്ടിയിട്ട് മാവോ സേതോങ്ങിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. We discussed the revolutions carried out by people in different parts of the world. ഇപ്പം ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചതും എന്താണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് പഠിച്ചു. അവർക്കൊന്ന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്കൊക്കെ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്നൊക്കെ പഠിച്ചു. അങ്ങനത്തെ ഐഡിയോളജീസ് put forward by these revolutions were significant in molding the modern world. അപ്പം ഇതിനൊക്കെ പ്രചോദനം നൽകിയ ആശയങ്ങളൊക്കെ ആധുനിക യുഗത്തെ കെട്ടിപ്പടുത്തുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. The declarations made by the revolutionaries still exist as a record of human progress. അപ്പം വിപ്ലവകാരികൾ നടത്തിയ ഡിക്ലറേഷൻസ് ഒക്കെ തന്നെ ഒരു ഹ്യൂമൻ പ്രോഗ്രസിൻ്റെ റെക്കോർഡായിട്ട് ഇന്നും നിലനിൽക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ വർക്ക് ചെയ്യാനുണ്ട്. കമ്പയർ ദ റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നിങ്ങൾ തനിയെ ചെയ്യേണ്ട വർക്കാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എപ്പോഴാണ് നടന്നത്, അതിൻ്റെ ലീഡേഴ്സ് ആരായിരുന്നു, അതിൻ്റെ എയിംസ് എന്തായിരുന്നു, ഐഡിയോളജീസും തിങ്കേഴ്സും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു. അമേരിക്കൻ, ഫ്രഞ്ച്, ലാറ്റിൻ അമേരിക്കൻ, റഷ്യൻ റെവല്യൂഷൻ, ദ ചൈനീസ് റെവല്യൂഷൻ. ഇത് നമ്മൾ ചെറിയൊരു കോളത്തിലാക്കി എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതുക. പിന്നെ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് നമ്മൾ പഠിച്ചത് തന്നെ ഒന്നും കൂടി ഒരു ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടും നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ നമ്മളെല്ലാ കൊല്ലവും എഴുതാറുള്ളത് പോലെ ഈ ചാർട്ട് എഴുതുക. അപ്പോൾ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. നോക്കിയേ, അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു, താഴെ ആരൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അങ്ങനെ ഓരോ വിപ്ലവത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.